നടൻ ടിനി ടോമിനെതിരായ പരാതിയിൽ നടി അൻസിബ ഹസൻ ഇന്ന് മൊഴി നൽകും. എറണാകുളം കടവന്ത്ര സ്റ്റേഷനിലെത്തിയാകും മൊഴി നൽകുക. ടിനി ടോം തന്നെ അസഭ്യം പറഞ്ഞെന്നും അധിക്ഷേപിച്ചെന്നും ആരോപിച്ച് ഇൻഫോ പാർക്ക് പോലീസിലാണ് അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം ലക്ഷ്മി പ്രിയയ്ക്ക് എതിരായ പരാതിയിൽ അൻസിബ കോടതിയെ സമീപിക്കുകയും ചെയ്യും. സഹിൻ ആന്റണി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സഹിൻ, കഴിഞ്ഞ ദിവസം അൻസിബയ്ക്ക് മൊഴി നൽകാൻ കഴിഞ്ഞിരുന്നില്ല സിനിമാ പ്രൊമോഷനുമൊക്കെയായി ബന്ധപ്പെട്ട്. ഇന്നിപ്പോൾ മൊഴി നൽകാൻ എത്തുമെന്നാണ് അറിയുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ഹർഷൻ, ഇന്ന് രാവിലെ തന്നെ അവർ കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെത്തി നടൻ ടിനി ടോമിനെതിരായ പരാതിയിൽ മൊഴി നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ ടിനി ടോമിനെതിരെ ഗുരുതരമായ പരാതിയായിരുന്നു അൻസിബ ഉന്നയിച്ചിരുന്നത്. തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ അശ്ലീല ചുവയോടുകൂടി സംസാരിച്ചു എന്നുള്ളതാണ് ആദ്യ പരാതിയായിട്ടുള്ളത്. മറ്റൊന്ന്, അവർ പറയുന്നത് അവരെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ടിനി ടോം ശ്രമിച്ചു, അതിന് സാക്ഷികളുണ്ട് എന്നുള്ളതായിരുന്നു. ഈ രണ്ട് പരാതിയും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അൻസിബ നേരത്തെ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ DGPക്കും എല്ലാം ഇത് സംബന്ധിച്ചുള്ള റിട്ടേൺ പരാതി തന്നെ കൊടുത്തത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കടവന്ത്ര പോലീസ് അൻസിബയെ വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് പോലീസ് അന്വേഷണത്തിലേക്ക് കടക്കുകയും ആവശ്യമെങ്കിൽ അതിൽ FIR അടക്കമുള്ള കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. ഇതിനിടയിൽ തന്നെ നടി ലക്ഷ്മി പ്രിയക്കെതിരെ അൻസിബ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറാണ്. ആ പരാതിയിൽ അൻസിബ കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും താരസംഘടനയായ AMMയിലെ തർക്കം അത് കാര്യമായി തന്നെ പോലീസ് സ്റ്റേഷനുകളിലേക്കും നിയമപരമായി നീങ്ങുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അൻസിബയുടെ ഈ പരാതി എന്ന് കരുതാം. ഹർഷൻ.